ലോകം മൊത്തം കൊട്ടി ആഘോഷിക്കപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സൗദിയുടെ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ലോകത്തിന് മുന്നിൽ ഇത്രത്തോളം പ്രശസ്തി നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് $2 ട്രില്യൺ ഒരു പ്രൊജക്റ്റാണ് ഇത്. സൗദി അറേബ്യ ഇത്തരമൊരു പ്രൊജക്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോൾ അമേരിക്കയും ചൈനയുമടക്കം മറ്റു ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിയിട്ടുണ്ടാകും. സൗദിയുടെ വിഷൻ 2030 ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അനൗൺസ്മെൻറ്റിനെ പറ്റി സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ സൗദിയുടെ ഈ പ്ലാനുകളെല്ലാം തന്നെ ഇപ്പോൾ പാളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വിഷൻ 2030 ഭാഗമായി സൗദി അനൗൺസ് ചെയ്ത പല പദ്ധതികളും അവർ പറഞ്ഞ രീതിയിലൊന്നും പുരോഗമിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരമൊരു വലിയ അനൗൺസ്മെൻറ്റിന് ശേഷം ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്തത് എന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താണ് ഈ ലൈൻ പ്രൊജക്റ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലൈൻ പ്രൊജക്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൗദിയുടെ ലൈൻ പ്രൊജക്റ്റ് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ്. സൗദി അറേബ്യയുടെ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു നഗരം സൃഷ്ടിക്കുക, അതായത് വലിയ ലോകത്ത് മുമ്പ് ഇതുവരെ അനൗൺസ് ചെയ്യപ്പെടാത്ത അത്രയും വലുപ്പത്തിലുള്ള ഒരു വൻ സിറ്റി നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ലൈൻ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഒറ്റ ബിൽഡിംഗ് ആയിട്ടാണ് ചെയ്തു തീർക്കപ്പെടുന്നത്. ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ നീളമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. 170 കിലോമീറ്റർ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത്. 200 മീറ്റർ വിശാലതയാണ് ഈ ബിൽഡിങ്ങിന് ഉള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ ഉയരമാണ് ഈ ബിൽഡിങ്ങിന് ഉള്ളത് എന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ബുർജ് ഖലീഫയുടെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് ഏകദേശം വരുന്നത്. അപ്പോൾ 500 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ് അതിൻ്റെ നീളമാണെങ്കിൽ 170 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് എത്ര വലിയ പ്രൊജക്റ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പദ്ധതി സൗദി അനൗൺസ് ചെയ്തതുപോലെ തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായി ഇത് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. മാത്രമല്ല ഈ ഒരു സിറ്റിക്കുള്ളിൽ 9 മില്യൺ ആളുകൾക്ക്, ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ 9 മില്യൺ ആളുകൾക്ക് താമസിക്കാൻ കഴിയും എന്നാണ് സൗദി അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 90 ലക്ഷം ആളുകൾക്കാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ താമസിക്കാൻ കഴിയുക. മാത്രമല്ല 1.5 ലക്ഷത്തോളം താമസ സ്ഥലങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും. മരുഭൂമിയിലൂടെ നിർമ്മിക്കുന്ന ഈ ലൈൻ സിറ്റിയെ മിറർ ലൈൻ എന്നും വിളിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മരുഭൂമിയിലൂടെ നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഇരുവശവും മിറർ കൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് കാരണം മരുഭൂമിയിലെ മണലുകൾ തന്നെ ആയിരിക്കും പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഇത് കാരണം ചിലപ്പോൾ ഇത്രയും വലിയ ഒരു സൃഷ്ടി അവിടെ ഉണ്ട് എന്ന് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. എന്നാൽ സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത്തരമൊരു തീരുമാനം സൗദി എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാവിയിൽ ഓയിലിൻ്റെ ഡിമാൻഡ് വളരെയധികം കുറയും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. ഓയിലിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇനി മുന്നോട്ട് ഒരു രാജ്യത്തിനും പോവാൻ കഴിയില്ല. കാരണം ഇലക്ട്രിക് വാഹന വിപണി അത്രത്തോളം വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക എന്നുള്ളത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഇത്രയും കാലം സൗദിയുടെ കൈവശം പണമുണ്ടായിട്ടും അവർ മറ്റു മേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള എക്സ്പാൻഷനൊന്നും നടത്തിയിട്ടില്ല. UAE പോലുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഓയിലിന് പുറമെ ടൂറിസത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ്
കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനി ഓയിലിന് ഡിമാൻഡ് കുറഞ്ഞാലും അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. വിഷൻ 2030 UAE ഒക്കെ ചെയ്തതുപോലെ ഓയിലിനെ മാത്രം ആശ്രയിക്കാതെ മറ്റു പല മേഖലകളിലേക്കും തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടായിരിക്കാം UAE ചെയ്തതുപോലെ ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളും മറ്റു നിർമ്മിതികളുമൊക്കെ സൃഷ്ടിക്കാൻ സൗദി തീരുമാനിച്ചത്. പക്ഷേ ഇതൊന്നും പ്രഖ്യാപിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല നടപ്പിലാക്കാൻ എന്ന കാര്യം ഇതിനോടകം തന്നെ സൗദി അറേബ്യ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2030 ലൈൻ പദ്ധതി നടപ്പിലാക്കും എന്നാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് മറ്റു ലോകരാജ്യങ്ങൾ വളരെ അത്ഭുതത്തോടുകൂടി ഈ പ്രൊജക്റ്റിനെ കണ്ടതും അതുപോലെ തന്നെ ചർച്ച ചെയ്തതുമൊക്കെ. കാരണം ഇത്ര ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നതായിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ, അതല്ലെങ്കിൽ മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വലിയ ചോദ്യം. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത് 2030 ആവുമ്പോഴേക്കും ലൈൻ പ്രൊജക്റ്റിൻ്റെ 3 മുതൽ 5 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 90 ലക്ഷം ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും 2030 പൂർത്തീകരിക്കും എന്നാണ് സൗദി പറഞ്ഞിരുന്നത്. സൗദി ഇപ്പോൾ പറയുന്നത് 3 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് 2030 താമസിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. 2030 സൗദി പ്രഖ്യാപിച്ച ലൈൻ പ്രൊജക്റ്റിൻ്റെ 1% മാത്രമേ സൗദി അറേബ്യയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. നമുക്കറിയാം സൗദി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു വലിയ പ്രൊജക്റ്റ് നടക്കുമ്പോൾ വലിയ ഒരു ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നത് വിദേശ നിക്ഷേപകരിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇത്തരമൊരു വലിയ പ്രൊജക്റ്റിൻ്റെ റിസ്ക് മനസ്സിലാക്കി പല വിദേശ നിക്ഷേപകരും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി. അതാണ് സൗദി അറേബ്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. ഇപ്പോൾ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി വരാനുള്ള സാധ്യത പല റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട്. അത് കാരണമായിരിക്കാം ഇപ്പോൾ പല നിക്ഷേപകരും ഇത്തരത്തിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും പിന്മാറാനുള്ള കാരണം. സൗദി പൂർണ്ണമായിട്ടും ഈ പദ്ധതികളെല്ലാം ഒഴിവാക്കി എന്നല്ല നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. 2030 സൗദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ 1%, അതായത് 170 കിലോമീറ്റർ എന്ന് പറഞ്ഞത് വെറും 3 അതല്ലെങ്കിൽ 5 കിലോമീറ്ററിന് ഉള്ളിൽ മാത്രമേ അവർക്ക് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി ചിലപ്പോൾ സാവധാനമായിരിക്കാം അവർ പൂർത്തീകരിക്കുന്നത്. ഇനി സൗദി അറേബ്യക്ക് ഈ അടുത്ത കാലത്ത് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.